ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലാണുള്ളത്. കൊട്ടിയൂർ അമ്പലത്തിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, കാരണം ഇവിടെ വരാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളൊരു 4 മണി ടൈമിലാണ് അമ്പലത്തിലേക്ക് എത്തിയത്. എത്തിയപാട് തന്നെ നമ്മൾ ആദ്യം വെള്ളത്തിലൊന്ന് നനഞ്ഞിട്ട് നമ്മളെ കല്ലൊരിച്ച് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലേക്ക് എത്തി. അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ദർശനം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ദർശനം കിട്ടിയത്. പക്ഷെ ഇപ്രാവശ്യം തിരക്ക് ആ ഒരു സമയത്ത് വളരെ കുറവായിരുന്നു. ഇനി അമ്പലത്തിൽ പോകാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി ടൈമിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങുന്നുണ്ട്. അടുത്തുള്ള അമ്പലത്തിലൊക്കെ തൊഴുതിന് ശേഷം നമ്മൾ ഈ കൊളക്കരേന്റെ അടുത്ത് എത്തിയിട്ട് അവിടുന്ന് കല്ലുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. അത് നമ്മൾ പോകുമ്പോഴേ വിചാരിച്ചാണ് കേട്ടോ. തിരിച്ച് അമ്പലത്തിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് വീണ്ടും തിരക്ക് കൂടുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഓടപ്പൂ എന്ന് പറഞ്ഞത് എന്തായാലും വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിർബന്ധമാണ് നമ്മളെ വീട്ടില് അത് വാങ്ങിക്കൊണ്ടുവരണം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഇക്കരക്കൊട്ടിയൂരിലേക്കാണ് പോകുന്നത്. ഇക്കരക്കൊട്ടിയൂരിൽ അക്കരക്കൊട്ടിയൂരിനേക്കാളും തിരക്ക് കുറവാണ്. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്കുള്ള പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ